വടകരയിൽ അനുവദിച്ചിരുന്ന സമയപരിധിക്ക് ശേഷം വളരെ വൈകിയാണ് വോട്ടെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. വടകര കുറ്റ്യാടി മണ്ഡലത്തിലെ 141 ബൂത്തിൽ ഇന്നലെ രാത്രി 11:43 അവസാനത്തെ ആൾ വോട്ട് ചെയ്തത്. പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും ഫലം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. ദീപക് തർമ്മണം ചേരുന്നു കോഴിക്കോട് നിന്ന്. ദീപക്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ വടകരയിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, വടകരയിലെ ജനവിധി വലിയ ഉത്സവമാകുമെന്നുള്ളത്. വോട്ടെടുപ്പിന് രാത്രി, അതായത് സാധാരണ 6 മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കേണ്ടതാണ്. പക്ഷേ രാത്രി 11:43 വടകര കുറ്റ്യാടി മണ്ഡലത്തിലെ 141 ബൂത്തിലെ വോട്ടെടുപ്പ് അവസാനിക്കുന്നത്. അതായത് 11:43 എന്ന് പറയുമ്പോൾ 6 മണി കഴിഞ്ഞ് പിന്നെയും ഏതാണ്ട് 6 മണിക്കൂറോളം വോട്ടെടുപ്പ് നീളുന്നു എന്നുള്ളതാണ്. അതായത് 12 മണി ആയിക്കഴിഞ്ഞാൽ 6 മണിക്കൂർ അധികമായി. ഇത് 11:43 എസ് കെ. മറ്റൊന്ന്, നമ്മൾ ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കിലേക്ക് പോയാൽ കഴിഞ്ഞ പ്രാവശ്യം 82% പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലത്തിൽ ഈ പ്രാവശ്യം അവസാനത്തെ കണക്ക് ഔദ്യോഗികമായി വന്നിരിക്കുന്നത് 77.66%. ഈ കണക്ക് ആർക്ക് അനുകൂലമാകും പ്രതികൂലമാകും എന്നത് ഇപ്പോൾ പറയുക സാധ്യമല്ല. പക്ഷേ എന്നാൽ നിയമസഭാ മണ്ഡലം തിരിച്ചുള്ള കണക്കുകളിലേക്ക് പോകുമ്പോൾ വളരെ നിർണായകമായ ചില ഇൻഡിക്കേഷൻസ് നമുക്ക് പറയാൻ സാധിക്കും. അതിൽ ഏറ്റവും കൂടുതൽ പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് 79% പേരാമ്പ്ര. അതുപോലെ തന്നെ തലശ്ശേരി മണ്ഡലത്തിൽ 76.1%, കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നേരത്തെ ശൈലജ ടീച്ചർ MLA ആയിരുന്ന കൂത്തുപറമ്പ് മണ്ഡലത്തിൽ 76.31% രേഖപ്പെടുത്തുന്നത്. ഇത് ഇടതുമുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ എന്നാൽ അതേ സമയത്ത് ഇതേ പട്ടികയിലെ മറ്റ് രണ്ട് കാര്യങ്ങൾ, നാദാപുരം മണ്ഡലത്തിലെ 77%, പ്രത്യേകിച്ചും മുസ്ലിം കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് നാദാപുരം. കാരണം ന്യൂനപക്ഷ വോട്ട് അവിടെ നിർണായകമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ വിധി നിർണ്ണയിക്കുന്നതിലും ന്യൂനപക്ഷ വോട്ടിന്, അതായത് മുസ്ലിം ന്യൂനപക്ഷം ഇടത്തോട്ടാണോ വലത്തോട്ടാണോ കൂടുതൽ സഹായം നൽകിയത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും വിധി നിർണ്ണയിക്കുക. SKN, ഇതിൽ ഒരു കാര്യം നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. സിറ്റിംഗ് സീറ്റാണ് UDFന്റെ. കെ മുരളീധരൻ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലത്തിൽ വിധി പ്രവചനാതീതമായി മാറി എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം.